നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഒരു ചിത്രം. ആ ചിത്രത്തിലൂടെ നല്ലൊരു ആശയത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്താണ് ചിത്രം എന്ന് നോക്കാം. അതായത് ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ നാട്ടിൻപുറത്ത് ഒരു ഭവനം, കുറച്ച് കൃഷി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ആ ഭവനത്തിൽ ആ കർഷകനും ഗൃഹനാഥനും ഭാര്യയും കൂടെ താമസിക്കുന്നു. അവർക്ക് ഒരു മകനുണ്ട്. ആ കുട്ടിക്ക് ഒരു ആൺകുട്ടി, നല്ല മിടുക്കൻ കുട്ടനാട്ടോ. അവനൊരു 4-5 വയസ്സ് പ്രായമുണ്ട്. ഒരു ദിവസം ഈ പിതാവ് തൻ്റെ മകനൊരു ചിത്രം കൊടുത്തു. എന്താണ് ആ ചിത്രം? ഒരു ചിത്രം കൊടുത്തു എന്ന് പറഞ്ഞത് ഭൂലോകത്തിൻ്റെ ചിത്രമാണ്. ആകെ വർണ്ണ നിറത്തിലുള്ള പർവ്വതങ്ങളും കാടുകളും നീല നിറത്തിൽ ഒഴുകുന്ന പുഴകളും പുഴകൾക്കിടയിലെ പച്ചപ്പാടങ്ങളും എല്ലാം ഇങ്ങനെ കാണുന്ന ഒരു ഭൂലോകത്തിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ ഒരുപാടല്ലാതെ കേട്ടോ, ഒരു ചിത്രമല്ല, നീ ഇവിടെ തന്നെ നോക്കി നിൽക്കട്ടെ, മറുവശം കൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. മറുവശം മറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടതെന്താ? തൻ്റെ പിതാവിനെ പോലെ നല്ല യോഗ്യനായ ഒരു പുരുഷൻ്റെ മനോഹരമായി പുഞ്ചിരിക്കുന്നൊരു മുഖം. ആരാണെന്നറിയില്ല. ഇത് അച്ഛനല്ലല്ലോ. അല്ല, അച്ഛനല്ല പറഞ്ഞത്. ആരത്? അച്ഛൻ നീ അറിയാത്ത ഒരാളാണ്, എന്നാൽ നല്ലൊരു മനുഷ്യൻ കേട്ടോ. കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, നല്ല മധുരമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുരുഷൻ്റെ ചിത്രം. മറുവശത്താണെങ്കിൽ വളരെ ഭംഗിയുള്ള മനോഹരമായ വർണ്ണാഭയാർന്ന ഒരു ഭൂലോകത്തിൻ്റെ ചിത്രം. ഇത് രണ്ടും നോക്കി. ആദ്യം മനുഷ്യനെ നോക്കും, കുറച്ച് നേരം നോക്കിയിരിക്കും, പിന്നെ ഒന്ന് തിരിച്ചു നോക്കും. അപ്പോൾ ഭൂലോകത്തിൻ്റെ പടം കാണും, അതും നോക്കിയിരിക്കും. ഭൂലോകത്തിലെ കടലുകളൊക്കെ കാണും, പുഴകളൊക്കെ കാണും, വലിയ വലിയ പർവ്വതങ്ങൾ, മരങ്ങൾ, നെൽപ്പാടങ്ങൾ, പച്ചപ്പ് ഇതൊക്കെ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വീടുകളൊക്കെ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറക്കുമ്പോൾ മറുവശം തിരിച്ചു നോക്കും. അപ്പം മനുഷ്യരെ കാണും, ചിരിച്ചുകൊണ്ടിരിക്കണം മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യരെ കുറച്ച് നേരം നോക്കും. അതും വളരെ രസകരമായിട്ട് തോന്നി. ഇങ്ങനെ 4-5 പ്രാവശ്യം തിരിച്ചും മറിച്ചും തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ആ ചിത്രം അങ്ങോട്ട് കണ്ടിട്ട് മതിയായി, മടുത്തു. അപ്പം എന്ത് ചെയ്തു? അതങ്ങോട്ട് കീറി, 5-8 കഷ്ണാക്കി അങ്ങോട്ട് കീറിയിട്ടു. അയ്യോ, ഇങ്ങനെ ഇട്ടോ കുട്ടികൾ. അച്ഛൻ ഇത്തിരി കഴിഞ്ഞെന്തിനോ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഈ ചിത്രം, താൻ കൊടുത്ത ചിത്രം കീറിയിട്ടേക്കുക. 4-5 കഷ്ണങ്ങളായിട്ട് കീറി താഴ്ത്തിട്ടേക്കണം. അത് നോക്കി അദ്ദേഹം എന്നിട്ട് തൻ്റെ മകനെ ദേഷ്യപ്പെടാനൊന്നും പോയില്ല. ചോദിച്ചു, നീ ആ ചിത്രം കീറിക്കളഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു. കേട്ടപ്പോഴേ മകന് പേടിയായി. അച്ഛന് വല്ല വടിയിട്ടെടുത്ത് തല്ലാനായിട്ടുള്ള ഭാവമാണോ എന്ന് ചോദിച്ചു. പക്ഷെ അദ്ദേഹം ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ആ ഭൂലോകത്തിൻ്റെ ചിത്രം അതെടുത്തെടുത്ത് എല്ലാ കഷ്ണങ്ങളൊക്കെ കൂട്ടി വെച്ച് യോജിപ്പിച്ച് നോക്ക്. ചിലപ്പോൾ അത് കൂട്ടി വയ്ക്കാം, ഞാൻ നട്ട് ഒട്ടിച്ചൊക്കെ തരാം. അത് കൂട്ടിച്ചേർത്ത് വയ്ക്കുക, അതൊരു ഭൂലോകമാക്കി വയ്ക്കുക. ആ കുട്ടി കഷ്ണങ്ങളൊക്കെ പറക്കിയെടുത്തു. ഭൂലോകത്തിൻ്റെ ഭാഗം ആ ചിത്രം എടുത്തിട്ട് അടുപ്പിച്ചൊക്കെ പല കഷ്ണങ്ങൾ ചേരുന്ന വിധത്തിലൊക്കെ ചേർത്ത് വെച്ച് നോക്കി. എന്ത് ചെയ്തിട്ട് ശരിയാവണില്ല. വീണ്ടും നോക്കി, പിന്നെയും നോക്കി. 3-4-5 പ്രാവശ്യം ശ്രമിച്ചു നോക്കി. കുട്ടിക്ക് ആദ്യം കണ്ടതുപോലുള്ള ചിത്രമാക്കാനായിട്ട് സാധിക്കണില്ല. ആകെന്ന് വെച്ചാൽ എനിക്കിതൊന്നും പറ്റണില്ല കേട്ടോ, എനിക്ക് ഭൂലോകം പഴയ പോലെ തിരിച്ചു വരണില്ല, കീറിപ്പോയത് അത് പോയത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നിരാശപ്പെടാനൊന്നുമില്ല. ഭൂലോകത്തിൻ്റെ ചിത്രം ഈ ഭാഗത്തായിരുന്നു, മറുഭാഗത്തുണ്ടായിരുന്നില്ലേ ഒരു ചിത്രം. ഒരാളുടെ ചിരിക്കണ ചിത്രം ഉണ്ടായിരുന്നു. നോക്കുക, മറുഭാഗത്തെ ചിത്രം ഒന്ന് തിരിച്ചു വെച്ച് യോജിപ്പിച്ച് നോക്കുക, ശരിയായാലോ ചിലപ്പോൾ. അപ്പം കുട്ടിക്ക് തോന്നി, ശരിയാണല്ലോ, അതൊന്ന് വെച്ച് നോക്കാം. അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ മറുഭാഗം നിരത്തി വെച്ചിട്ട് ഇയാളുടെ ആ തലയായപ്പോൾ തിരിച്ചറിഞ്ഞ തലയൊക്കെ നേരെ വെച്ചു, മൂക്ക് നേരെ വെച്ചു, വായിൻ്റെ ഭാഗമൊക്കെ നേരെ വെച്ചു, മുഖമൊക്കെ നേരെ വെച്ചു, കഴുത്തൊക്കെ നേരെ വെച്ചു, ഉടുപ്പൊക്കെ നേരെ വെച്ചു. എല്ലാം നേരെ വെച്ചപ്പോൾ പെട്ടെന്ന് ശരിയായി. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം കിട്ടി. അപ്പം അച്ഛൻ ചോദിച്ചു, ഇപ്പം മനസ്സിലായോ? ഈ മനുഷ്യൻ നല്ല സന്തോഷത്തോടെ ചിരിക്കുന്നൊരു ചിത്രം, അതങ്ങോട്ട് ശരിയായി. ഇനി ഇത് വെച്ചിട്ട് ഇനി മറുവശം ഒന്ന് തിരിച്ചു നോക്കുക, തിരിച്ചു വയ്ക്കുക. അപ്പോൾ ഭൂലോകം ശരിയായില്ലേ? അപ്പോൾ ഭൂലോകവും ശരിയായി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മോനെ പിതാവ് കുട്ടിയെ ഓർമ്മിപ്പിച്ചു, മനുഷ്യൻ
വളരെ സന്തോഷത്തോടെ ചിരിച്ചാൽ ഭൂലോകവും നമ്മെ നോക്കി ചിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. ആ ഒരു പാഠമാണ് ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടത്. എന്താണ് ഈ കഥയുടെ പേര് ഓർക്കേണ്ട? ചിത്രം. ചിത്രം എന്ന ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കാനുള്ള ഗുണപാഠം അതാണ്. മനുഷ്യൻ ചിരിക്കുക, നല്ല പ്രവൃത്തികൾ ചിരിക്കുക, നല്ല മനസ്സോടെ ചിരിക്കുക. അപ്പോൾ ഭൂലോകം മുഴുവനും നല്ല മനസ്സോടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.